അയ്യോ, എന്തുവാ ഇത്? ഈ പെണ്ണ് ലഞ്ച് ബോക്സ് എടുക്കാതെയാണ് സ്കൂളിലേക്ക് പോയത്. ഞാൻ 10,000 പ്രാവശ്യം അവളോട് പറഞ്ഞതല്ലേ ഇത് എടുക്കാതെ പോകരുത് പോകരുത് എന്ന്. എന്നിട്ടും ഇത് എടുക്കാതെയാണ് അവൾ പോയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? രാവിലെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. കുട്ടിക്ക് വിശക്കില്ലേ? ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തുവാ സുമേ നീ ഇങ്ങനെ വിളിച്ചു പോകണത്? എനിക്ക് ഓഫീസിൽ പോകാൻ സമയം ലേറ്റായി. അയ്യോ ചേട്ടാ, നിങ്ങളിത് കണ്ടോ? കുഞ്ഞാവ ലഞ്ച് ബോക്സ് എടുക്കാതെയാണ് സ്കൂളിലേക്ക് പോയത്. ഹാ, അതേതായാലും നന്നായി. കുഞ്ഞാവാൻ മറന്നതാണോ അതോ നീ അടുത്തേക്കാൻ മറന്നതോ? ഇനിയിപ്പോ താത്തിക്കാനൊന്നും നേരെയില്ല. എങ്ങനെയെങ്കിലും ചേട്ടന് മോൾക്ക് ആ ഫുഡ് കൊണ്ടേ കൊടുക്ക്. പിന്നെ എനിക്കിവിടെ ഇപ്പൊ തന്നെ സമയം വൈകിയിരിക്കാം. ഇനിയിപ്പോ സ്കൂളിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്തണം. എന്റെ പൊന്നേട്ടാ, എങ്ങനെയും കോർത്തിട്ടൊന്ന് പോ, അല്ലെങ്കിൽ മോൾ ഉച്ചക്ക് ഫുഡില്ലാതെ വിശന്നിരിക്കില്ലേ? എന്റെ സുമേ, ഇതൊക്കെ നീ ഓർത്ത് ചെയ്യണ്ടേ? ഇപ്പോഴാണ് ഇതൊക്കെ ഓർക്കണത്. ഒരു കാര്യം ചെയ്, ഞാൻ കാർ എടുത്തിട്ട് ഓഫീസിൽ പോയിക്കോളാം. നീ ആ സ്കൂട്ടി എടുത്തിട്ട് മോക്ക് സ്കൂളിൽ ലഞ്ച് പോയി കൊടുക്ക്. എനിക്ക് ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ പോകുമ്പോ കൊടുത്തേനെ. ഞാനോ? ഞാൻ കുറേ നാളായില്ലേ ചേട്ടാ സ്കൂട്ടി എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു പേടി. ഓ പിന്നെ അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. നീ മര്യാദയ്ക്ക് സ്കൂട്ടർ ഓടിച്ചിട്ട് മോക്ക് പോയി ഫുഡ് കൊടുക്ക്, അല്ലെങ്കിൽ മോള് വിശന്നിരിക്കും കേട്ടോ. എന്നാ ഓക്കെ, ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. ശരി എന്നാൽ. എനിക്ക് സ്കൂട്ടി ഓടിക്കുന്ന കാര്യം ഓർക്കുമ്പോ പേടിയാവാ. അങ്ങനെ പേടിച്ചിരുന്നാ പറ്റില്ലല്ലോ. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണ്ടേ. എന്തായാലും കുഴപ്പമില്ല, ഒന്നേ ബൈക്ക് ഓടിച്ചിട്ട് തന്നെ വേറെ കാര്യം. സുമേ, ഞാൻ പോകാം കേട്ടോ. ആ ഓക്കെ ചേട്ടാ. എന്തായാലും സ്കൂട്ടി ഓടിക്കല്ലേ, അപ്പൊ ഒന്ന് ഒരുങ്ങിയിട്ട് തന്നെ ഓടിക്കാം. ഞാൻ വേഗം പോയി പണിയൊക്കെ തീർക്കട്ടെ, എന്നിട്ട് വേണം കുളിച്ച് റെഡിയായിട്ട് സ്കൂട്ടിയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. പോകുന്ന പോക്കിൽ 1-2 സ്ഥലത്തും കൂടെ പോകാം, ഒന്ന് ഷൈൻ ചെയ്യാലോ. ഏത് ഡ്രസ്സാ ഇന്ന് ഇടുക? കുറച്ച് ഫ്രീക്കത്തിയായിട്ട് പോയാലോ? അതാകുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമുണ്ടാകും. തറവാട്ടിലെ രമയുടെ കല്യാണത്തിനെടുത്ത് മിടിയിടാം. അതാകുമ്പോഴേ എന്നെ കണ്ട 10 വയസ്സ് കുറഞ്ഞതുപോലെയാണ്. അതെവിടെയാണോ വെച്ചത്? അതിട്ടിട്ട് വേഗം റെഡിയാകാം. ദൈവമേ കാത്തോളനെ, കുറെ ദിവസമായില്ലേ ഞാൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട്. പേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ എടുക്കേണ്ട പണി ഞാൻ തന്നെ ചെയ്യണ്ടേ. എന്ത് രസമായി വണ്ടി ഓടിച്ചു പോവാൻ. ഇത്രയും കാലം എന്തേ ഞാൻ ഈ വണ്ടി ഓടിക്കാതിരുന്നത്? ഇപ്പോഴല്ലേ ഇതിന്റെ ഒരു സുഖം മനസ്സിലാവണത്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. അയ്യോ, അതെന്നാ പോലീസല്ലേ നിക്കണത്? അയ്യോ, ഞാൻ പെട്ടോ. സ്റ്റോപ്പ്. എന്നാ സാറേ, എന്നാ കുഴപ്പം? എടോ, തന്റെ ഹെൽമെറ്റ് എവിടെയാ? അതെ, ഹെൽമെറ്റ് ഞാൻ മറന്നു. എന്ത്? ഹെൽമെറ്റ് മറന്നു പോയെന്നോ? തന്റെ ലൈസൻസ് എവിടെയാ? ലൈസൻസ് വീട്ടിലാ സാറേ ഉള്ളത്. ഹാ, ബെസ്റ്റ്. ഹെൽമെറ്റ് മറന്നും പോയി, ലൈസൻസ് വീട്ടിലാ ഉള്ളത് അല്ലേ? അയ്യോ സോറി സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്റെ മോളുടെ സ്കൂളിൽ പോയതാണ് സാറേ, അവള് ഫുഡ് മറന്നു വെച്ച് പോയിട്ടത് കൊടുക്കാൻ. അയ്യോ സോറി സാറേ. ഹാ, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹെൽമെറ്റ് വെക്കാതെ പുറത്തു പോകുന്നത് എത്ര ശിക്ഷാർഹമാണെന്ന് തനിക്കറിയോ? അറിയാ സാറേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഹാ, ഒരു കാര്യം ചെയ്, ഫൈൻ അടച്ചിട്ട് പോയിക്കോ. അയ്യോ ഫൈനോ? പിന്നല്ലാണ്ട് ഹെൽമെറ്റും ഇല്ല ലൈസൻസും ഇല്ല, അപ്പൊ എനിക്ക് ഫൈൻ അടക്കാനും വയ്യേ? അല്ല സാറേ, ഞാൻ അടച്ചോളാം. ഹാ, അങ്ങനെ മര്യാദയ്ക്ക് വഴിക്കുവാ, എന്നിട്ട് വേഗം ഫൈൻ അടിച്ചിട്ട് പോയിക്കോ.